മറ്റേ സ്നോമാനില്ലേ അതൊന്നും നോക്കണം. മറ്റേ മഞ്ഞ് പെയ്യാൻ നേരത്തല്ല നമുക്കൊരു ചായ കുടിക്കാൻ തോന്നണം. കൊച്ചിനെ മല സ്നോമാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ലതാണ്, കുഴപ്പമില്ല. അപ്പൊ ആ ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന മാറിയിട്ട് അപ്പോ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ക്ലബ്ബ് കാണണ്ടേ എങ്ങനെയുള്ളത് കേട്ടോ. ലൈറ്റ് ഇട്ട് നോക്കാം. ഞങ്ങളിത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇട്ടോ കേട്ടോ ലൈറ്റ്. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദേ ഞങ്ങൾ ഇന്ന് ഇതിൻ്റെ അകത്താണ് കേട്ടോ. വെച്ചാൽ ഇവിടെ ഭയങ്കര മഞ്ഞായി. ഇന്ന് നമുക്ക് രാവിലെ തൊട്ട് പെയ്തേക്കണതാണ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ബാ ബാ ബാ. അബിഗേല് മഞ്ഞത്ത് കളിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. നല്ല സ്നോയാണ് ഇവിടെ. ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാളും ഭയങ്കര സ്നോ ആണെന്നാണ് കേട്ടത്. അതുകൊണ്ട് ഫുള്ള് ആൾക്കാർക്ക് അതേ വണ്ടിയൊക്കെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക. പുറത്തേക്ക് വേണമെങ്കിൽ വണ്ടിയുടെ മുകളിലൊക്കെ ഭയങ്കര സ്നോ ആയതുകൊണ്ട് തട്ടി മാറ്റണം. ഇച്ചാൻ്റെ അവിടെ മഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തുടങ്ങിയിട്ടുള്ളൂ. അവിടെ പിള്ളേർ കളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ മൊത്തം കാറും എല്ലാം സ്നോര് മൂടി. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല. മരത്തിൻ്റെ ഇലകളൊന്നുമില്ല. ഇവിടെ പിള്ളേര് മഞ്ഞത്ത് മറ്റേ സ്നോമാനില്ലേ അതൊന്നും നോക്കുന്നുണ്ട്. കളിക്കുന്നുണ്ട് അവിടെ പിള്ളേര്. ഹായ്. പാടാണോ? എനിക്കാണെങ്കിൽ കട്ട പിടിച്ചിരിക്കാൻ തോന്നുന്നു അല്ലേ? കണ്ടോ, വണ്ടി ഏകദേശം മൊത്തം ആയി. ഇവിടെ മറ്റേ ഒരു വണ്ടി വന്നിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യും. അപ്പൊ അവര് റോഡ് വന്ന് ക്ലീൻ ചെയ്യും. ഇത് മറ്റേ അവര് വന്ന് വണ്ടി ക്ലീൻ ചെയ്തിട്ട് വണ്ടി വന്ന് ക്ലീൻ ചെയ്തിട്ട് പോയിട്ടുണ്ട്. ബാ ബാ ബാ. ഇവിടെ കൊച്ചിന്റെ കൈ ആരാ? ഇവിടൊക്കെ ആൾക്കാർ പിള്ളേര് മഞ്ഞത്ത് ഓടി കളിക്കുക. അബിഗേലിന് ഒരു വിൻ്റർ ബോട്ടോടെ മേടിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് അവള്. എനിക്ക് നേരത്തെ മഞ്ഞിങ്ങനെ കാണുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാശ്മീരൊക്കെ പോയി. ഇപ്പോൾ എനിക്ക് ആഗ്രഹം നശിച്ചിരിക്കുന്നു. ഗ്ലൗസ് എടുത്തില്ല, ഞാൻ മറന്നുപോയി ഗ്ലൗസ് എടുക്കാനായിട്ട്. മറന്നുപോയി. അബിഗേലിന് മഞ്ഞ കണ്ട് അതിനകത്ത് കളിച്ച് അബിഗേല് ബൂട്ട് മേടിക്കാത്തൊരു നനയോന്ന് ആർക്കറിയാം കാല്. ഇവിടെ കയറ്റി കാലും ഇവിടെ ഇതിൻ്റെ അകത്ത് പിന്നെ കളിച്ചോണ്ടിരിക്കുക. മതി മതി മതി.
അവൾക്ക് ഇഷ്ടപ്പെട്ടു അത്. ആബിയെ ആദ്യം ഓടി. ആ അവിടെ നമ്മള് മഞ്ഞ് അത്യാവശ്യം നമുക്ക് പോവേണ്ട രീതിയിലുള്ള നമ്മൾ മാറ്റിയിട്ടുണ്ട് മഞ്ഞ്. അപ്പോൾ ഇത് അവളെ ആകത്തില്ല, കാരണം അവളിപ്പോൾ അവിടെ കാലൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. എൻ്റെ കൈ മരയിച്ചു കേട്ടോ, കണ്ടോ ചുമന്നിരിക്കണേ ട്രൗസർ ഇടാത്തോണ്ട്. അതാ ഞാൻ പറഞ്ഞത് കാല് നനഞ്ഞാണോ. ഇത് നിങ്ങൾ ആഗ്രഹമാണോ? പോസ്റ്റ് കൊണ്ട് അടിക്കോട്ടോ, ഇപ്പൊ കളിക്കില്ലേ. ആ വളഞ്ഞു പോട്ടോ നമ്മള്. വണ്ടി പിടിക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ തെന്നല് ആയതുകൊണ്ട്. ഇല്ലേ ഇതൊക്കെ മൊത്തം ഗ്രൗണ്ട് ആയിരുന്നുണ്ടോ, പക്ഷെ ഇപ്പൊ കണ്ടോ മഞ്ഞുപാടം പോലെ കിടക്കുന്നുണ്ട്. മരത്തിലെ ഇലകളൊക്കെ പോയിട്ടോ. മറ്റേ മഞ്ഞ് പെയ്യാൻ നേരത്താണോ നമുക്കൊരു ചായ കുടിക്കാൻ തോന്നണേ. അത് തന്നെ, നമുക്കൊരു ചൂട് ചായ കുടിക്കാം. ഞങ്ങൾ ആക്ച്വലി ഇന്ന് പുറത്തേക്ക് അത്യാവശ്യമായിട്ട് ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾമാളിലൊന്നും പോകേണ്ട ആവശ്യമുണ്ട്. ഇതാണ് കേട്ടോ ഇവിടെ മഞ്ഞ് നീക്കണം വിഷയം കേട്ടോ. അതിങ്ങനെ റോട്ടിൽ കൂടെ JCB പോലത്തെ സാധനം. അപ്പോൾ എന്താ പറഞ്ഞോണ്ടിരുന്നത് ഞാൻ? അപ്പോൾ വാൾമാർട്ടിലൊന്ന് പോയിട്ട് അത്യാവശ്യം നമുക്ക് വേണ്ട ഇവിടെ ട്രീയും പുൽക്കൂടും ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനുകൾ ഇരിക്കുന്നത്. ഇനി ഇവിടെ ഇത്തവണ നമ്മുടെ പള്ളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ കരോളാണ് ഇത്തവണ. അപ്പോൾ ഇന്നല്ല 21-ാം തീയതി അല്ലേ അയച്ചായ? ഒരു മണിക്കൂർ 4 to 5 അങ്ങനെ. ക്രിസ്മസ് കരോളിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ടാവില്ലേ നമ്മുടെ? അതൊന്നും അറിയില്ല കേട്ടോ, സാഹചര്യം പോലെ ഇരിക്കും കേട്ടോ. ഒന്നാമത് ആബിയും കൂടെ ഉള്ളത് കൊണ്ട് നമുക്കത് എങ്ങനെയൊക്കെയാ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ആബിയുടെ ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പം അറിഞ്ഞുകൂടാ അത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന്. മാക്സിമം ഞങ്ങൾ ശ്രമിക്കും എടുക്കാൻ പറ്റുന്ന രീതി വെച്ചാൽ. എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക് നല്ല അതായത് ആബിയുടെ ഫസ്റ്റ് പരിപാടി ആബി ഏഞ്ചലൊക്കെ ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ആദ്യത്തെ ക്രിസ്മസ് ഇവിടെ വന്നിട്ട് ക്രിസ്മസ് മീൻസ് കരോള്. അപ്പൊ അതിന്റെ ഞാൻ വിചാരിക്കണം നമ്മുടെ കാരണന്മാരൊക്കെ നമ്മള് എന്തെങ്കിലും പരിപാടിക്ക് നമ്മള് എന്തോ എക്സൈറ്റഡ് ആയിരുന്നായിരിക്കും അവരൊക്കെ പണ്ട് അല്ലേ? നമ്മളിപ്പോ ഒരു ചെറിയൊരു ആബി പരിപാടിക്കൊന്നുമില്ല, വെറുതെ അവിടെ ഏഞ്ചലിന്റെ ഒരു ഡ്രസ്സിലിട്ട് അത് കൂടെ മേയാൻ വേണ്ടിട്ടാണ്. അപ്പൊ തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്പത്തില് നമ്മുടെ കാരണന്മാരൊക്കെ എന്തോ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരിക്കും അല്ലേ? അതാണ് നമ്മളെന്തെങ്കിലും പരിപാടി ചെയ്യാൻ നേരത്ത് എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കാൻ നേരത്ത് പറയണത്. നിങ്ങൾക്കൊക്കെ മക്കളാകുമ്പോൾ നിങ്ങളൊക്കെ പഠിക്കുള്ളൂ അല്ലേ? എന്റെ അമ്മയുടെ കിടക്കണടുത്ത് പറയാറുണ്ട്. ഞാൻ അമ്മേനെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ തമ്മിത്തിലോട്ട് ഇരിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ പറയുമ്പോ അമ്മ എന്തിനും പറയും എനിക്കിപ്പോൾ മനസ്സിലാവില്ല ആടി, കല്യാണം കഴിച്ച ഒരു കൊച്ചൊക്കെ ആകുമ്പോൾ നിനക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയും. ബസ് 51 ഇവിടുത്തെ ബസ്സുകൾക്ക് നമ്പർ ആവും പോലെ. ചെളി ചക്ര ഇങ്ങനെ ആൾക്കാർ ഓടിച്ചോടിച്ച് തിരക്കുറവാണ് കേട്ടോ. എനിക്ക് തന്നെ ഈ ഭയങ്കര വിന്ററായിട്ട് ഇവിടുത്തെ ചിക്കൻ നല്ലതാണ് കേട്ടോ. പോയിസ് ഈ വീഡിയോന്റെ ക്വാളിറ്റി നിങ്ങളൊന്ന് കമന്റിൽ അറിയിക്കട്ടോ. ഞങ്ങള് ക്യാമറ ഒന്ന് മാറ്റിയാണ്. നിങ്ങൾ ചുമ്മാ വീഡിയോ കാണാൻ നേരത്തെ അതിന്റെ അടിയിൽ അതിന്റെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഒരു കമന്റ് ഇടുന്നേ. നിങ്ങള് നല്ല നമുക്ക് ഒരു പ്രോത്സാഹനമുള്ളൂ. ആ കമന്റ് ഒക്കെ അറിഞ്ഞാലാണ് നമുക്ക് അതിന്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് അടുത്ത വീഡിയോ ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. 1-2 ആൾക്കാർ നമുക്ക് കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള കമന്റ് പറയൂല. നമ്മുടെ അടുത്ത് മോശമാണെങ്കിൽ നമ്മൾ വിളിച്ച് മോശമാണെന്ന് പറയും, അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ നല്ല പറയും. നമുക്ക് അങ്ങനെ വേണ്ട. നമുക്ക് നമ്മളെ പുകഴ്ത്താനോ അല്ലെങ്കിൽ നമ്മളോടുള്ള സ്നേഹം കൊണ്ട്
മോശമാണെന്ന് പറയാൻ ബുദ്ധിമുട്ട് അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നാലാണ് നമ്മൾ കറക്റ്റായിട്ട് ഗൈഡൻസ് കിട്ടുള്ളൂ അല്ലേ? എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ വീഡിയോ ഒക്കെ മോശമാണെന്നുണ്ടെങ്കിൽ മോശമാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ആ ഒരു ട്രാക്ക് പിടിക്കില്ല, നമ്മൾ വേറെ ഒരു ട്രാക്ക് പിടിക്കാം. അപ്പോൾ അതെ, അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ആ ടാറ്റ പോവാട്ടോ മോൻ. അവിടെ കണ്ടോ ഈ മഞ്ഞ് നീക്കം ചെയ്തിട്ട് അവിടെ കൂട്ടിട്ടാണ് കാണുന്നത്. കണ്ടോ ഇതിങ്ങനെ കുന്നുപോലെ കിടക്കും ഇനി മൊത്തം എല്ലായിടത്തും. മോനെ സിഗ്നല് മോനെ, അത് പാറുമ്പോ നമുക്ക് പോവാം. ആ ജസ്റ്റ് ഒരു 2 സെക്കൻഡും കൂടെ പോവാട്ടോ. നമുക്ക് ഇവിടുത്തെ ഗവൺമെന്റിന്റെ അടുത്ത് പറഞ്ഞ് കുറച്ചും കൂടെ നേരത്തെ ആക്കാം സിഗ്നല്. ഹലോ, അപ്പോൾ ഞങ്ങള് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞങ്ങള് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്ന എല്ലായിടത്തും ക്രിസ്മസിന്റെ ലൈറ്റ് ഡെക്കറേഷൻ കണ്ടോ എല്ലാരും. ഞങ്ങൾ അധികമൊന്നും മേടിച്ചില്ല, കുറച്ച് നമുക്ക് ഇപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് ട്രീയിലും പിന്നെ മറ്റേ പുൽക്കൂടിലും വേണ്ട കുറച്ച് സാമഗ്രികൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ചെല്ലാം മേടിച്ചോണ്ടങ്ങ് പോകുന്നു. 6:41 ഇപ്പൊ തന്നെ ഭയങ്കര ഇരുട്ടായി. വീട്ടിൽ ചെന്നിട്ട് വേണം എന്തെങ്കിലും കുക്ക് ചെയ്യാനായിട്ട്. അവളും ഫുഡ് കഴിച്ചിട്ടില്ല, അവൾക്ക് എന്തെങ്കിലും കൊടുക്കണം ഇനി. അപ്പോൾ ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി മറ്റേ ട്രീയുടെയും പുൽക്കൂടൊക്കെ. ട്രീ ഇപ്പൊ എന്ന് പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. പുൽക്കൂടിന്റെ പണി തീർത്ത് കഴിഞ്ഞിട്ട് എനിക്ക് കാണാം, ഞാൻ പുൽക്കൂടിന്റെ പണി ചെയ്യാൻ നേരത്ത് ഇത് ട്രീ ഞങ്ങള് അത് അന്ന് പെട്ടിയിലൊക്കെ ആക്കി വെച്ചേക്കും. ഇനി അത് പുറത്തേക്ക് എടുത്ത് അറിയത്തില്ല എങ്ങനെയാന്നുള്ളത്. നമുക്ക് ചെന്ന സാഹചര്യം പോലെ ഞങ്ങൾ അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാട്ടോ. ആ കൊച്ചു ഞാൻ നല്ല സ്നോമാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. ഞങ്ങളിവിടെ പുറത്ത് ബാൽക്കണിയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ട്രീ ഞങ്ങൾ അവിടെ വയ്ക്കാന്ന് ഓർത്ത്, പക്ഷെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞൊക്കെ അതുകൊണ്ട് മൊത്തത്തിൽ പോലും. അത് ഇതാ കൊച്ചു ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഹലോ, അപ്പോൾ ഞങ്ങൾ വീട്ടിൽ എത്തി. കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് ചെയ്തു, ഫുഡ് കഴിച്ചു, അവളെ ഉറക്കി. ഇപ്പോൾ സമയം എത്രയാണ് ഞാൻ കാണിച്ചു കേട്ടോ. സമയം 12 മണി. ഇപ്പോഴാണ് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പുൽക്കൂട്. ഞാൻ പറഞ്ഞതാ ഇന്നിപ്പോൾ ചെയ്യേണ്ടത്, പക്ഷേ ഇവൻ സമ്മതിക്കളെ. ഇവനിപ്പോൾ ഇന്ന് പുൽക്കൂടെങ്കിലും റെഡിയാക്കിയില്ലെങ്കിൽ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളിത് ഇവിടെയാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ സെറ്റ് ചെയ്യാൻ ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവന് പിന്നെ ഇങ്ങനെ മെനകെട്ട് പണിയാനൊക്കെ ഇൻട്രസ്റ്റുള്ള കൂടുതൽ. എനിക്ക് അത്ര ക്ഷമയിലിരുന്ന് പണിയാൻ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാൻ പുൽക്കൂട് തന്നെ ഇപ്പോൾ ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇവിടെ നേരത്തെ ഞങ്ങൾ ആ എൻഡിലാണ് വെച്ചുകൊണ്ടിരുന്നത്, അവിടുത്തെ എൻഡിൽ. അപ്പോൾ ഇപ്പോൾ അവിടെ വെക്കാമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഇവള് അതിൻ്റെ അകത്ത് ബോളൊക്കെ ഉണ്ടല്ലോ ക്രിസ്മസിൻ്റെ, അപ്പോൾ അത് വല്ല ഇവള് പറിച്ചിങ്ങനെ ഗിൽറ്റുള്ളത് കൊണ്ടേ ഇങ്ങനെ തിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമല്ലേ. അതുകൊണ്ട് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഇവിടെ ആബിയുടെ പാവക്കുട്ടികളും ചെയറൊക്കെ ഞങ്ങൾ വെച്ചേക്കുന്നതാണ്. പുറത്ത് നല്ല മഞ്ഞാണ് കേട്ടോ. ഇപ്പം മഞ്ഞ് പെയ്ത്തിൽ ആ പെയ്യുന്നത് കഴിഞ്ഞു. മറ്റേ വണ്ടി ഒന്ന് ക്ലീൻ ആയിക്കുന്നു. ഇവിടെ ഇറങ്ങോടത്തൊക്കെ മഞ്ഞ, ബാൽക്കണിയൊക്കെ മൊത്തം മഞ്ഞായി. ചെടിയൊക്കെ പോയി. എൻ്റെ റോസാ ചെടിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ആ പാത്രത്തിൽ. അവിടെ കണ്ടോ റോസാ ചെടി കരിഞ്ഞു പോയി. വിൻ്റർ ആകുമ്പോൾ അതാ പ്രശ്നം, ഇവിടെ ഉണങ്ങിപ്പോവും. ആബിയുടെ വണ്ടികളും കുതിരകളൊക്കെയാണ് കേട്ടോ. ഇതെന്താ ഇത് ഇങ്ങനെ ഒട്ടിക്കാനാ? ഇതുണ്ട് ഗ്ലൂഗൺ ഉണ്ട്. ഗ്ലൂഗൺ വെച്ചിട്ടേ ഒട്ടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഫെവിക്വിക്ക് ഒഴിച്ചിട്ടുണ്ട്. അതൊട്ടിക്കണ നല്ലതാ, കുഴപ്പമില്ല. അപ്പം ആ ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന മാറിയിട്ട് ആ ഒരു ഇത് കാണുമല്ലോ, വൈറ്റ് പഞ്ഞ പോലത്തെ. സിസേഴ്സ് ആണോ? സിസേഴ്സ് ഇട്ടോ? മീൻ പെട്ടെന്ന് കത്തിക്കുണ്ട്, വേണമെങ്കിൽ തരാം. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കടയിൽ പോയി പഠിച്ചാണ് കുഞ്ഞിച്ചെടി തന്നു. അപ്പോൾ എന്തായാലും ഇച്ചാൻ അവിടെ പുൽക്കൂടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണ സമയം കൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്ക് ഇടാൻ വേണ്ടി തീരുമാനിച്ചു. എന്തായാലും സമയം എടുക്കും അത്. അപ്പോൾ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെല്ലാമല്ലോ, വെറുതെ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും
ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്തിട്ടിരിക്കാം. എനിക്ക് വീടൊക്കെ ഒതുക്കാനുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ എല്ലാം ഇങ്ങനെ തകൃതി പെറുത്തി ആയിട്ട് കിടക്കുക. ഇനി എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം സെറ്റാക്കാൻ. ഇതിങ്ങനെ പശ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇരിക്കും അതിൻ്റെ മുകളിൽ ഈ മരക്കഷ്ണം. അങ്ങനെ കണ്ടിട്ട് ഞാൻ പഞ്ഞി അത് പതേ കണ്ടോ, അത് മുറിഞ്ഞു കൊണ്ടുണ്ടോ. അപ്പോൾ ഞങ്ങളിത് ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് അവനെ സഹായിച്ചിട്ടോ. ഞാൻ ഈ പഞ്ഞിയൊക്കെ ഒന്ന് തുറന്നു കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇതിപ്പോൾ പഞ്ഞി വന്നിട്ട് ഇത് നമ്മൾ ആ മുകളിൽ ഇതുണ്ടാക്കിയതായിരുന്നു, മേൽക്കൂര പോലെ. ഹലോ. അപ്പോൾ അങ്ങനെ ഈ സമയം 2 മണി, നമ്മൾ 12 മണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയതാണ് നമ്മുടെ ക്രിബിൻ്റെ കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ അവസാനം അതിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു 2 മണിക്കൂറും കൊണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് കുളിച്ചിട്ട് വന്നു അവസാനത്തെ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ 2 മണിക്കൂറും കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ക്രിബ് കാണണ്ടേ എങ്ങനെയുണ്ടത് കാണാം കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മൾ 2 മണിക്കൂറും കൊണ്ട് സെറ്റാക്കി എടുത്ത പുൽക്കൂട്. ഇവിടെ നമ്മൾ വൈറ്റ് ഇവിടെ കൊടുത്തു. പിന്നെ ആ 2 പന ഉണ്ടായിരുന്നല്ലോ, പനയോ തെങ്ങോ, അതിൽ നമ്മൾ കൊടുത്തു. പിന്നെ മുകളിൽ നമ്മൾ പഞ്ഞി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ. പിന്നെ ഈ യൂസേപ്പിന് കുറച്ച് പൊക്കം ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്ര അടുത്ത് നിൽക്കുമ്പോൾ കുഴപ്പമില്ലാതെ എനിക്ക് തോന്നുന്നു. പക്ഷെ ഓൾ ഗുഡ്. ഞാൻ ഇവിടെ കുറച്ച് കട്ട് ചെയ്താന്ന് വിചാരിച്ചത്. അപ്പൊ അതിന്റെ ഭംഗി പോവും. പിന്നെ ഞാൻ ഇന്ന് മേടിക്കുമ്പോ ബാക്ക് സൈഡ് കിട്ടിയതുമില്ല. അത് പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. സമയം എന്തായാലും 3 മണിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ്. എന്തായാലും 2 മണിക്കൂർ കഷ്ടപ്പെട്ടത് നന്നായി. നന്നായി എന്നല്ല, നല്ലതാ. എങ്ങനെയുണ്ട്? കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ ഈ വീഡിയോയുടെ കണ്ടിന്യൂറ്റി ആയിട്ട് നാളെ മറ്റേ ഇത് ചെയ്യാലോ നമുക്ക്, ക്രിസ്മസ് ട്രീ. ഇന്നിപ്പോ അത് ചെയ്യാൻ സമയമില്ല, എനിക്ക് മടുത്തു. നാളെ ഞാൻ ആലോചിക്കട്ടെ. നാളെ ക്രിസ്മസ് ട്രീ കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വ്ലോഗ് അവസാനിപ്പിക്കാം. ഇവിടെ സ്റ്റാർ ഇല്ല കേട്ടോ, നമുക്ക് ഇവിടെ സ്റ്റാർ കിട്ടാൻ. അത് നമ്മള് ട്രീയില് വെക്കാൻ വിചാരിച്ചു സ്റ്റാർ. അതായിരിക്കും അവിടെ വെച്ചത് വൃത്തികേടായിരിക്കും. ഇവിടെ വൃത്തികേടല്ല, കുഴപ്പമില്ല. ഏതാണ്ട് യേശുക്രിസ്തു ജനിച്ചത് ഡിസ്കോ വെച്ചുണ്ട്. അത് വെക്കണ്ട, അത് നമുക്ക് ട്രീയില് വെക്കാം. ശരിക്കൊരു നക്ഷത്രം വേണം. മറ്റേ ദിവ്യ നക്ഷത്രം ഉദിച്ചു എന്നല്ല നമുക്ക് ഇതുണ്ടായത്. ഒന്ന് പോയി, ഞാനും ഇരുന്നു ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. തൊണ്ട് വിളിക്കാൻ ഉള്ളിയോ. അപ്പൊ ഓക്കെ ഗൈസ്, നമുക്കിനി ബാക്കി വിശേഷങ്ങൾ നാളത്തെ വീഡിയോ കാണാം. ഹലോ. അപ്പോൾ ഇന്നലത്തെ ഞങ്ങളുടെ പുൽക്കൂടിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് ഇത്. 2 വീഡിയോയും കൂടി ആഡ് ചെയ്തിട്ട് ഒറ്റ വീഡിയോ ആക്കി ഇടാൻ വിചാരിച്ചു. ഇന്നലെ മറ്റേ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന സമയം നമുക്ക് കിട്ടിയില്ല, കാരണം മറ്റേ പുൽക്കൂട് കഴിഞ്ഞപ്പോഴത്തേക്കും 2:30 ആയിരുന്നു വെളുപ്പിന്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ആബി ഉറങ്ങിയിട്ടാണ് ഞങ്ങൾ ട്രീയുടെ പരിപാടി നോക്കുന്നത്. സമയം ഏകദേശം 12:30 ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് കഴിഞ്ഞ് കിടക്കുമ്പോഴേക്കും പിന്നെ എല്ലാം ക്ലീൻ ചെയ്ത് കിടക്കുമ്പോഴേക്കും ഇന്നും ആ ഒരു സമയമൊക്കെ ആവുമായിരിക്കും, 2:30-3 മണി.
അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ട്രീ ഇങ്ങനെ പെട്ടിയിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡെക്കറേഷൻ ഐറ്റംസ് ആണ്. എക്സ്ട്രാ നമ്മൾ അവിടെ നിന്ന് മേടിച്ച അവിടെ കവറിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ആവിയുടെ പാവകളാ. ഈ പാവേനെയായിരുന്നു ഞങ്ങൾ ഈ മൂലക്ക വെച്ചിരുന്നത് ഇവിടെ ടേബിളിൻ്റെ ഇവിടെ. അപ്പോൾ ഞങ്ങൾ ആ ടേബിളിൽ ട്രീ വെച്ചിട്ട് പാവേനൊക്കെ എടുത്ത് ഇങ്ങടേക്ക് വെച്ചല്ല. എക്സ്ട്രാ ഒരു കുഞ്ഞു കുഞ്ഞു ബോളും കൂടെയൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ട് ഇവിടെ, എന്നാലും എക്സ്ട്രാ ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിതേ ട്രീയുടെ പരിപാടിയല്ല, ട്രീയുടെ ഡെക്കറേഷൻ നമുക്ക് തുടങ്ങാം കേട്ടോ. നമ്മുടെ പുൽക്കോട് അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഒന്ന് ആബി രാവിലെ എണിച്ചപ്പോഴാണ് അതിൻ്റെ ലൈറ്റ് ഇട്ടതൊക്കെ അവൾ കണ്ടത്. ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് തുള്ളിച്ചാടുമായിരുന്നു ഇവിടെ കിടന്നിട്ട്. അയ്യോ അതിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ, നാളെ ട്രീ കാണിച്ചു കൊടുക്കുമ്പോൾ അവക്കടെ വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ, അന്ന് ഇത് നിവർത്തിയിട്ട് കാണാം. Don't you go? You make my every cell flow, my every breath slow and calm. Yeah, that's how you make me feel I'm yours. You bring me up when I hear only radio silence. ഞങ്ങളപ്പോൾ ഏകദേശം പറ്റാവുന്നത്ര വിടർത്തിയെടുത്തിട്ടുണ്ടല്ലേ നീ? അതെ, അത്യാവശ്യം വിടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ നമ്മുടെ ആഭരണങ്ങളല്ല അല്ലേ? അതെ, ബോളും ലൈറ്റും എല്ലാം കൂടി ഇട്ട് കുറച്ച് ഫില്ല് ചെയ്യണം. പുതിയ കുറച്ച് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ചെയ്തിട്ട് ലാസ്റ്റ് കാണിച്ചു കാട്ടും. അപ്പോൾ ദേ നമ്മുടെ ട്രീയുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. നമ്മൾ അത്യാവശ്യം ഡെക്കറേഷനും ലൈറ്റ്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഓൺ ആക്കിയിട്ടില്ല, ഞങ്ങൾ ഇനി ആ ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഓണാക്കി കാണിച്ചു തരാം. ആ ടേബിളിലേക്ക് വെക്കാന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് ഞങ്ങൾ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അതിന്റെ ബാക്കിലാണ് നമുക്ക് സോക്കറ്റ് ഉള്ളത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോക്കറ്റ് ഓൺ ഓഫ് ചെയ്യാൻ പറ്റില്ല, അവിടെ സ്വിച്ച് ഇല്ലല്ലോ. അപ്പൊ ഞാൻ അതുകൊണ്ട് ഒരു ഇത് മേടിച്ചതാ, ഒരു പ്ലഗ് പോയിന്റ്. ഇത് മൊബൈലിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. വൈഫൈ മൊബൈലില് ഇതൊരു എന്താണ് സ്മാർട്ട് പ്ലഗ്. അപ്പോൾ സ്മാർട്ട് ഇത് മൊബൈലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, മൊബൈലിൽ ഓൺ ഓഫും ചെയ്യാം. അപ്പോൾ ഇതിന് സ്വിച്ചിന്റെ ആവശ്യമില്ല. ഇത് കണക്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നമുക്കിത് പവർ കൊടുത്താൽ മതി. ഞാൻ കോസ്കോന്ന് മേടിച്ചത്. അപ്പൊ നമുക്ക് ഇത് ഇങ്ങ് എടുത്ത് വെക്കാം അല്ലേ? ഞാൻ എടുത്ത് വെച്ചോളാം. ഒറ്റയ്ക്ക് വെച്ചോ? വെക്കണം. പിടിക്കണോ? ഉണ്ട്. സോഫ അങ്ങോട്ട് വലിക്കണമല്ലോ. ഇനി വലിയില്ലല്ലോ. നോക്കട്ടെ, ലൈറ്റ് ഇട്ട് നോക്കാം. ഞങ്ങളിത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇട്ട് നോക്കിയാടാ ലൈറ്റ്. ഓക്കെ, ഇതാണ് കേട്ടോ. അവിടെ നമ്മുടെ പുൽക്കൂടും ഇവിടെ നമ്മുടെ ട്രീ ഉള്ള സാഹചര്യങ്ങളിലൊക്കെ വെച്ച് നമ്മൾ ട്രീ ഇനി നമുക്ക് പുറത്ത് നമുക്കൊരു ലൈറ്റും കൂടെ ഇടാനുണ്ട്. മറ്റേ ഒരു ലൈറ്റിനല്ല നമുക്ക്
ആ മറ്റേ ഒരു DJ ലൈറ്റ് പോലത്തെ പറഞ്ഞുണ്ടല്ലോ. കേരളസ്കോപ്പ് പോലത്തെ. ആ അതിട്ടില്ല. എവിടെ ഇരിക്കുന്നത്? അത് പെട്ടിലിരിപ്പുണ്ട്. എവിടെയില്? ഒരു പെട്ടിയും കൂടി ഉണ്ട് നമുക്ക് ആണോ? കട്ടിന്റെ അടിയില്. അല്ലേ? അപ്പൊ അതേ നമ്മള് ഒരു കാര്യം കൂടെ വെച്ച് ഇവിടെ പുറത്ത് ഒരു ലൈറ്റും കൂടെ വെച്ച് നമ്മള് ബാൽക്കണിയിൽ നേരത്തെ ഫസ്റ്റ് ഒരു ലൈറ്റ് ഇട്ടായിരുന്നു. അതുകൂടാതെ നമ്മളത് ഈ ലൈറ്റും കൂടെ വെച്ചു. ഇവിടെ അല്ല, ഇതാ നിർക്കും ഉത്സവം നിർക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞു. ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ആയിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ നമ്മൾ പുറത്ത് ലൈറ്റും കൂടെ ഇട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 മണിയായില്ല, 1:30 ആയിട്ടുള്ളൂ. അപ്പോഴേ നമ്മളെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് നമുക്കിവിടെ സ്റ്റാർ അങ്ങനെ കിട്ടില്ല കാനഡയിലധികം. അപ്പോൾ നമ്മൾ ട്രെയിൻ വെച്ചു, പിന്നെ പുൽക്കൂടും വെച്ചു, പിന്നെ പുറത്ത് ലൈറ്റ് ഇട്ടു. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് ഇനി അബിഗേലിന് നാളെ രാവിലെ ഈ ലൈറ്റ് ഇട്ട് കാണിക്കുമ്പോൾ അവക്കടെ എക്സ്പ്രഷൻ, അവൾ ഇന്ന് രാവിലെ ഡാൻസ് കളിക്കുകയായിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നാളെ രാവിലെ അത് ആ വീഡിയോ എടുക്കാം കേട്ടോ. ഞങ്ങൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുക അവക്കടെ ഡാൻസ്. ഭയങ്കര സന്തോഷമായിരുന്നു അവൾക്ക് ലൈറ്റൊക്കെ കണ്ടപ്പോൾ. ഇനിയിപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ കരോൾ വന്നവർ നിൽക്കുമെന്നൊന്നും അറിയാൻ പാടില്ല. ചിലപ്പോൾ ഇത്ര ഭാഗത്തൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും, നോക്കാം എന്തായാലും. അപ്പോൾ അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. എന്താ അറിയത്? ആ